അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഖുൽഇനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ത്വലാഖ് അതിന് ശേഷം വരും. ഭാര്യ ഭർത്താവിന് പണം കൊടുത്തിട്ട് ത്വലാഖ് ചൊല്ലിപ്പിക്കുന്നതിൻ്റെ പേരാണ് ഖുൽഉ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ മുആവള എന്നും ഒരു പേരുണ്ട്. നമ്മൾ അത് കഴിഞ്ഞാൽ പിന്നെ ത്വലാഖിൻ്റെ പാടാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ തർക്കം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് പരിശുദ്ധ ഖുർആൻ ചില നിർദ്ദേശങ്ങളൊക്കെ വെക്കുന്നുണ്ട്. ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹ. അവളുടെ കുടുംബത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനും അയാളുടെ കുടുംബത്തിൽ നിന്ന് ഒരു മധ്യസ്ഥനും എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരും കോടതിയിൽ വന്നിട്ട് അയാളെന്നെ ഉപദ്രവിച്ചു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ഖാദിക്ക് എന്താണ് എന്ന് മനസ്സിലാകാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലൊക്കെ ഇത്തരം ഖാദിമാർക്ക് അവസരമുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ഇതൊന്നിപ്പോൾ ഭൗതിക കോടതി അല്ലാതെ ചെയ്യൂല. ഇന്ത്യൻ ഗവൺമെൻറ് ഒന്നും ഇപ്പോൾ ചെയ്യാൻ വകുപ്പില്ലല്ലോ, അവർക്ക് ചില നിയമങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഒരു വിശ്വസ്തനായ ഒരാളെ ഉള്ളുകളിൽ അറിയാൻ വേണ്ടി എന്ത് ചെയ്യുക, അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കുക. അവരെ കാര്യങ്ങൾ അറിഞ്ഞു വരാൻ വേണ്ടി രണ്ടാളുകളെ പറഞ്ഞേക്കണം എന്നാണ്. വേറെ മാർഗം പറയുന്നത്, ഈ തർക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരെ കൂടെ താമസിക്കാൻ ഒരാളെ പറഞ്ഞേക്കുക. അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി പറയാൻ പറ്റുമല്ലോ. അപ്പോൾ ആരാണ് അവിടെ അക്രമം കാണിക്കുന്നത്, കള്ളുടിച്ച് വന്ന തല്ലുകയാണോ അല്ല പെണ്ണിൻ്റെ നാവ് മോശമായിട്ടാണോ, ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റുമല്ലോ. അപ്പോൾ കൂടെ താമസിക്കാൻ ഒരാൾ, അത് നല്ലൊരു ഏർപ്പാടാണ് അല്ലേ. തർക്കം നടക്കുകയാണെങ്കിൽ അവർക്കിടയിൽ അവരുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ തന്നെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. എന്നിട്ടും തീരാത്തൊരു പ്രശ്നമുണ്ടെങ്കിൽ, വല്ലാതെ വഷളാവുകയാണെങ്കിൽ ഖാദി അവിടെ രണ്ട് നീതിമാന്മാരായ ആളുകളെ പറഞ്ഞേക്കണം. നേരത്തെ പറഞ്ഞ അവൾക്കൊരാളും അയാൾക്കൊരാളും എന്ന രീതി, രണ്ടാളും തൃപ്തിപ്പെടുന്ന ആളായിരിക്കണം മസ്ലഹത്ത് ഉണ്ടാക്കാൻ വേണ്ടി. ഇവർ സംസാരിച്ചിട്ടും മസ്ലഹത്ത് ഉണ്ടാകുന്നില്ലെങ്കിൽ ഒരൊറ്റ ത്വലാഖ് ചൊല്ലിയിട്ട് രണ്ടുപേരും അവരെ പിരിക്കുകയാണ് വേണ്ടത്. ഇവർ ഭരണാധികാരികളൊന്നുമല്ല, എന്നാലും വക്കീലാണ്. ഈ ഖാദിൻ്റെ വക്കീലാണ്. പിന്നെ ആ രണ്ടാൾക്കാരും ഓരോരുത്തരെയും കുടുംബത്തിൽപ്പെട്ട ആളാകൽ സുന്നത്താണ്. അല്ലെങ്കിൽ പിന്നെ അയൽവാസികൾ. എന്നിട്ട് ഓരോരുത്തരെയും വേറെ വേറെ നിർത്തി സംസാരിക്കണം എന്നാണ്, രണ്ടാളെയും കൂട്ടിയിരുത്തിയിട്ടല്ല. എന്നിട്ട് എന്താണ് സംസാരിച്ചത് എന്ന് പരസ്പരം മധ്യസ്ഥന്മാർ ഒന്നും മറച്ചു വെക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം. എന്നിട്ട് മസ്ലഹത്ത് അനുസരിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് ചെയ്യേണ്ടത്. അതിൽ ഒരാളെ ഭാഗത്ത് അക്രമമുണ്ട് എന്നുണ്ടെങ്കിൽ ഭരണാധികാരി ആൾക്കെതിരെ നടപടിയെടുക്കുകയും വേണം. ഇനി ഒരു മസലയും കൂടി പറഞ്ഞിട്ട് നമുക്ക് ഖുൽഇലേക്ക് പ്രവേശിക്കാം. ഭർത്താവിന് ഭാര്യയുമായി ഒന്നിച്ചു പോകാൻ താല്പര്യമല്ല, തർക്കമൊന്നുമല്ല. അവൾക്ക് വയസ്സായിട്ടുണ്ട് അല്ലെങ്കിൽ രോഗമുണ്ട്, അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ആണെങ്കിൽ അയാൾ അവളെ മെയിൻറ്റെയിൻ ചെയ്യാത്തൊരു പ്രശ്നമാണെങ്കിൽ കുറ്റമൊന്നുമില്ല. പക്ഷേ ഭാര്യ എന്ത് ചെയ്യണം, അവളെ അവസ്ഥ പരിഗണിച്ചിട്ട് അവൾക്ക് കിട്ടേണ്ട ചില ഹക്കുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യുക, അയാളെ ഒന്ന് മയപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. കാരണം രോഗമാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാ ഹക്കുകളൊന്നും അവൾക്ക് ഉണ്ടാവില്ലല്ലോ, കിട്ടണമെന്നില്ലല്ലോ. അപ്പം ഇസ്തിഅ്താഫ് എന്നാണ് പറയാം, ഒരു വളരെ സോപ്പിടുക എന്നൊക്കെ പറഞ്ഞ മാതിരി ചെയ്യാം. സൗദാ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വയസ്സായപ്പോൾ അവരെ വീട്ടിൽ നബി തങ്ങൾ താമസിക്കാൻ ചെന്നിരുന്നല്ലോ. ആ ദിവസം ആയിഷ ബീവിക്ക് കൊടുത്തു എന്നാണ്. ആയിഷ ബീവിക്ക് 2 ദിവസം ഉണ്ടായിരുന്നു, സൗദാ ബീവിൻ്റെ ദിവസവും ആയിഷ ബീവിൻ്റെ ദിവസം.
അതുപോലെ തന്നെ ഈ പെണ്ണ് തിരിച്ചു ഇങ്ങോട്ടുണ്ടെങ്കിൽ ഭർത്താവുമായിട്ട് താമസിക്കാൻ അസുഖമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഭർത്താക്കന്മാരെ തൃപ്തിപ്പെടാത്ത കാര്യങ്ങൾ, അയാളിൽ നിന്ന് അവൾക്ക് കൊടുക്കേണ്ടതൊന്നും അയാൾക്ക് കൊടുക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ ഭാര്യയ്ക്ക് ആളോട് ഇഷ്ടം ഉണ്ടാവില്ല, വേറെ തേടി പോകാനൊക്കെ ശ്രമിക്കും. അപ്പം അവളെന്ത് ചെയ്യുക, അയാളെന്ത് ചെയ്യുക, മുമ്പത്തെ മാതിരിയല്ല, തനിക്കിപ്പോൾ കുറച്ച് അവശതി അസുഖമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അവളെ പൊരുത്തപ്പെടിക്കാൻ പറ്റുന്നില്ലല്ലോ, അപകടമോ മറ്റോ ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവൾക്ക് കൂടുതൽ പൈസ കൊടുത്തിട്ടും മറ്റുമൊക്കെ അവളെയും ഒന്ന് ഒതുക്കി മെരുക്കി സോപ്പിട്ട് കൊണ്ടുനടക്കാൻ അവളും അയാളുടെ ഭാഗത്തുനിന്നും ശ്രമിക്കേണ്ടതാണ് എന്നൊക്കെയാണ് തർക്കപരിഹാരത്തിന് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സംഗതികൾ. ഖുൽഅ എന്ന് പറഞ്ഞാൽ വസ്ത്രമൂരി എന്നാണ് ഖലഅ എന്ന് പറഞ്ഞാൽ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രമാണെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, അൻതും ലിബാസുല്ലഹുന്ന, നിങ്ങൾ അവർക്ക് വസ്ത്രമാണ്, അവർ നിങ്ങൾക്കും വസ്ത്രമാണ് എന്ന് പറയുന്നുണ്ട്. ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടും തണുപ്പും തടുക്കാനും ഓരോരുത്തരുടെയും ന്യൂനതകളൊക്കെ മറച്ചു വെക്കാനൊക്കെ ഉള്ള ആളുകളാണ്. അപ്പോൾ ഖുൽഅ കറാഹത്താണ്, ചിലപ്പോൾ സുന്നത്താകുന്ന സാഹചര്യം ഉണ്ട്. ഒരാൾ 3 തലാക്ക് ചെല്ലാൻ വേണ്ടി സത്യം ചെയ്തു, ഈ സന്ദർഭത്തിൽ ഖുൽഅ ആണ് നല്ലത്, ചെയ്തേ പറ്റൂ. അങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിട്ട് നീ വീട്ടിലേക്ക് കയറിയാൽ നീ 3 തലാക്കാണെന്ന് പറഞ്ഞു, വീട്ടിലേക്ക് കയറാക്കാൻ പറ്റൂലല്ലോ. അപ്പം അങ്ങനത്തെ ഒരാൾക്ക് ഈ ഖുൽഅ ഒഴിവാക്കിയിട്ട് ആ സ്ഥാനത്ത് തലാക്ക് 3 ചെല്ലാതെ ഖുൽഅ ചെയ്യലേതാണ് സുന്നത്താണെന്നുണ്ട്. തലാക്ക് സുന്നത്തില്ലാത്ത സ്ഥലത്ത് ഖുൽഅ സുന്നത്ത് തന്നെ. ഷെയ്ഖുന ആ വിഷയത്തിൽ പറയുന്നത് അങ്ങനെ സുന്നത്തൊന്നുമില്ല. കാരണം ഇപ്പം വീട്ടിൽ കയറിയാൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രണ്ടാമത് നിക്കാഹ് ചെയ്താലും ഇപ്പോൾ 3 തലാക്കില്ല, പിന്നെ നിക്കാഹ് ചെയ്യാൻ പ്രയാസമുണ്ടല്ലോ, മറ്റൊരാൾ അവിടെ കല്യാണം കഴിക്കണമല്ലോ. ഖുൽഅ ചെയ്യുകയാണെങ്കിൽ പിന്നെ മറ്റൊരാളെന്ത് ചെയ്യണം, കല്യാണം കഴിക്കണ്ട, വീണ്ടും നിക്കാഹ് പുതുക്കിയാൽ മതി. പക്ഷേ ആ ഗുണം വീണ്ടും ഉണ്ടല്ലോ, വീട്ടിൽ കയറിയാൽ തലാക്കാണ് എന്ന് പറഞ്ഞത് രണ്ടാമത്തെ വിവാഹത്തിലും അത് വരുമല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്താ കാര്യം, അങ്ങനെ ഒരഭിപ്രായമുണ്ട്. ഇനി പിന്നെന്താ പറയാ, ചെലവ് തടഞ്ഞു വെക്കാൻ പാടില്ല എന്നാ ഖുൽഅ ചെയ്യാൻ വേണ്ടി. ഭർത്താവിൻ്റെ അടുത്തുനിന്ന് ഭർത്താവിന് പൈസ കൊടുത്തിട്ട് ഖുൽഅ ചെയ്യാൻ വേണ്ടി ചിലവ് തടഞ്ഞു വെക്കാൻ പാടില്ല എന്നൊരു നിയമമുണ്ട്. എന്നെ ചിലവും കാര്യം ഭക്ഷണമൊന്നും കൊടുക്കാതിരിക്കുക, അപ്പോൾ അവൾ എങ്ങനെയെങ്കിലുമൊക്കെ പൈസ കൊടുത്തിട്ട് എന്നെ തലാക്ക് ചൊല്ലി തരണം എന്നൊക്കെ പറയാം. ആ രീതിയിൽ ഉള്ള ഖുൽഅ ഒരിക്കലും സഹിയല്ല എന്നാണ്. കാരണം അത് നിയമപരമായിട്ടല്ലല്ലോ, നിയമലംഘിച്ചുകൊണ്ടാണല്ലോ നടക്കുന്നത്. ഫസ്ലുൻ ഫിൽ ഖുൽഇ ബിളമ്മിൽ ഖാഇ മിനൽ ഖൽഅ എന്നാണ് ഇസ്തിഖാഖ് ചെയ്യപ്പെട്ടത്. വഹുവ നസ്ഉ ഊരുക എന്നാണ്. ലിഅന്ന കുല്ല മിന സൗജി, ഭാര്യ ഭർത്താക്കളിൽ നിന്ന് ഓരോരുത്തരും ലിബാസുൽ ആഖിരി, മറ്റേയാൾക്ക് വസ്ത്രമാണല്ലോ. അപ്പോൾ ഒരാൾ പിരിയുമ്പോൾ വസ്ത്രം ഊരലാണല്ലോ അത്. പിന്നെ കമാഫില്ലായത്തെ പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടല്ലോ അത്. വാസ്ലുഹു മക്രൂഹുൻ, ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ട് അതിൻ്റെ നിയമം കറാഹത്താണ് എന്നാണ്. ഒക്കത് ഇസ്തഹബു ചിലപ്പോൾ സുന്നത്താകും. തലാഖി തലാഖ് പോലെ, തലാഖ് കറാഹത്താണല്ലോ അസ്ലി. യസീദു ഹാദ, എന്നാൽ ഈ ഖുൽഇന് തലാഖിനേക്കാൾ അധികമായിട്ടുള്ളത് ബിനദ്ബിഹി ഖുൽഅ സുന്നത്താകും എന്നതാണ്. ഇമൻ ഹനഫ ബി തലാഖ് സലാസി, 3 തലാഖ് ചെല്ലാൻ വേണ്ടി സത്യം ചെയ്തൊരു വ്യക്തിക്ക്, അലാ ഷൈഇൻ, ഒരു നിബന്ധന പറഞ്ഞുകൊണ്ട്, ലാ ബുദ്ദലഹും ഫീഹി, ചെയ്യുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട്. ഉദാഹരണം, നീ ഭക്ഷണം കഴിച്ചാൽ 3 തലാഖാണെന്ന് പറഞ്ഞു, ഭക്ഷണം കഴിക്കാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്ക് സുന്നത്താണ് എന്നത് തലാഖിനേക്കാൾ അധികമുള്ള ഖുൽഇൻ്റെ ഒരു നിയമമാണ്. ഷെയ്ഖുൻ അവിടെ പറയുന്നുണ്ട് വഫീഹി നദറുൻ, ഇവിടെ തലാഖ് സുന്നത്താണ് എന്നത് ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. കാരണം ഈ കസ്റത്തിൽ ഖായിലീന, ധാരാളം ആളുകൾ പറഞ്ഞിട്ടുണ്ട് ബിഅൗദി സിഫത്തി, നേരത്തെ പറഞ്ഞ വിശേഷണം രണ്ടാമത് തലാഖ് നിക്കാഹ് ചെയ്താലും മടങ്ങി വരും. അപ്പോൾ രണ്ടാമത് നിക്കാഹ് ചെയ്താലും ഇനി അവൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ തലാഖ് സംഭവിക്കും എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പ്രബലമായ അഭിപ്രായം സംഭവിക്കില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഫലൗജഹു, പ്രബലമായ അഭിപ്രായം അന്നഹു മുബാഹുൻ
ലിദാലിക്ക ഇങ്ങനെ സത്യം ചെയ്ത സാഹചര്യത്തിൽ മുബാഹാണ് എന്നാണ്, സുന്നത്തൊന്നുമില്ല. ലാ മന്ദൂബുൻ, സുന്നത്തില്ല. വഫി ഷറയിൽ മിൻഹാജുൽ ഷറൗൽ മിൻഹാജിലും ഷറൗൽ ഇർഷാദിലും കാണാം ലഹു ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ലഹു മനാഹാനാവൻ അഫഖത്തിന് ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കുന്നത് പോലെയുള്ളത് ഒരാൾ തടഞ്ഞു വെച്ചു. എന്തിന്? ഇനി തഖ്തലിയ മിൻഹു, അവൾ അയാളോട് ഖുൽഇന് ആവശ്യപ്പെടാൻ വേണ്ടി. ഇഖ്തല എന്നാണ് ഖുൽ ആവശ്യപ്പെടുക. ഞാൻ പറഞ്ഞില്ല, തലാഖ് എന്ന ഭർത്താവ് ചെയ്യുന്ന കാര്യത്തിനാണ് തലാഖ് എന്നറിയാം. ആ ഭർത്താവിന് പൈസ കൊടുത്താട് തലാഖില്ലെന്നതിൻ്റെ പേരാണ് ഖുൽഇൻ. അപ്പോൾ ഖുൽ ചെയ്യാൻ വേണ്ടി നഫഖ പോലത്തെ തടഞ്ഞാൽ ഫാലത്ത് അങ്ങനെ അവിടെ ഇത് ചെയ്താൽ വത്തറൽ ഖുല്ല് ബാത്തിലാകുന്നതാണ് എന്ന്. കാരണം ഇക്രാഹ് ഉണ്ട്, അവിടെ നിർബന്ധിക്കലുണ്ട്. വഖാ റജിയൻ, അത് റജിയായിട്ട് സംഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഖുല്ല് ചെയ്താൽ റജിയായ തലാഖായിട്ടാണ് സംഭവിക്കുക. അതും പ്രബലമല്ലാത്ത അഭിപ്രായമാണ്. കമാൻ അഖലഹു ജമ്മു തഖദ്ദിമൂൻ അൻ ശൈഖ് അബി ഹാമിദിൻ, അസാരി ഇമാം പറഞ്ഞതായിട്ട് ഒരു സംഘം പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ. ഔലാബി ഖസ്ദി ദാലിക, ഇനി അങ്ങനെ പ്രത്യേക ഉദ്ദേശമൊന്നുമില്ല എങ്കിലോ ഖുല്ല് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നഫഖ തടഞ്ഞത്. അങ്ങനൊന്നും ഉദ്ദേശമില്ലെങ്കിലോ വഖാ ബായിനൻ, അവിടെ ബായിന തലാഖ് സംഭവിക്കുകയും ചെയ്യും. അലൈഹി അഹ്മലു മാ നഖലഹു ശൈഖാനി അൻഹു, ഈ ഒരു സാഹചര്യത്തിന്മേൽ ചുമത്തപ്പെടേണ്ടതാണ് ശൈഖാനി പറഞ്ഞത്. അൻഹു, ഷെയ്ഖ് ഗസാലി ഇമാമിനെ തൊട്ട് ഷെയ്ഖാനി പറഞ്ഞതും ഈ ഒരു സാഹചര്യത്തേക്ക് വെക്കേണ്ടതാണ്. എന്താ പറഞ്ഞത്? അന്നോ യസി ഇത്തരം സ്വഹിയാണ് വ്യവസ്ഥമു ഫീരിഹി, ചെയ്താൽ കുറ്റക്കാരനാകും എന്ന് പറഞ്ഞത്. ഫിൽ ഹാലൈനി, രണ്ട് സന്ദർഭത്തിലും. ഖുൽ ഉദ്ദേശിച്ചുകൊണ്ട് ചെലവ് തടയുന്നിടത്തേക്കും, അങ്ങനൊന്നും ഉദ്ദേശമില്ലാതെ തടയുന്നിടത്തേക്കും അയാൾ കുറ്റക്കാരനാകുമെന്ന്. വൈൻ തഹഖഖ സിനാഹ, അവളിൽ നിന്ന് വ്യഭിചാരമുണ്ടായി എന്ന് ഉറപ്പുണ്ടായാൽ പോലും ലാക്കിൻ ലാ ഇക്റഹുൽ ഖുല്ലു ബിനൈദിൻ, പക്ഷേ വ്യഭിചാരം ഉണ്ടാകുമ്പോൾ ഖുല്ല് കറാഹത്തൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ എന്താ പറഞ്ഞപ്പോൾ ഖുല്ല് ചെയ്യാൻ വേണ്ടി ഭാര്യയ്ക്ക് ചെലവ് കൊടുക്കാതിരുന്നാൽ ഖുല്ല് ബാത്തിലാണ് എന്നാണ് ഒരു അഭിപ്രായം. ആ ഉദ്ദേശത്തോടു കൂടെയാണെങ്കിൽ ഖുല്ല് ചെയ്യാൻ വേണ്ടി അവിടെ ആവശ്യപ്പെടണം എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ. ഉദ്ദേശമൊന്നും അല്ലെങ്കിലോ ആ തലാഖ് ബായിനായിട്ട് തന്നെ സംഭവിക്കും. ഖുല്ല് കൊണ്ടൊക്കെ ബായിനാ തലാഖാണ് സംഭവിക്കുക. ഖുല്ല് കൊണ്ട് ബായിനാ തലാഖാണ് സംഭവിക്കുക. ഷെയ്ഖുന പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. സ്വഹിയാകും, പക്ഷേ കുറ്റം കിട്ടുമെന്ന് അറിഞ്ഞില്ലേ? എവിടെ? ഖുല്ല് ഉദ്ദേശിച്ചുകൊണ്ട് ചെലവ് തടയുന്നിടത്തും ഖുല്ല് ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല അങ്ങനെ ചെലവ് തടയുന്നിടത്തും കുറ്റക്കാരാകും. ഈ വ്യഭിചാരം ഉറപ്പായാൽ പോലും. കുറ്റക്കാരാവെന്ന് പറയാൻ കാരണം ചെലവ് തടയാൻ പാടില്ലല്ലോ പെണ്ണിനെ. വ്യഭിചാരം ഉറപ്പായാൽ പോലും ചെലവ് തടയാൻ പാടില്ല. പക്ഷെ വേണമെങ്കിൽ ഖുല്ല് ചെയ്യാൻ കറാഹത്തൊന്നുമില്ല. അൽ ഖുല്ലു ഷറാൻ ഫുർഖത്തും ബി ഇവദിൻ, പ്രതിഫലത്തിന് ഭാര്യയെ വേർപിരിക്കലാണ്. മഖ്സൂദിൻ, ഉദ്ദേശിക്കപ്പെടുന്ന പ്രതിഫലം. ചിലപ്പോൾ അത് ശവാണെങ്കിൽ പോലും പറ്റും. ആരാണ് കൊടുക്കേണ്ടത്? മീൻസ് ഭാര്യ കൊടുത്താലും മതിയോ, കൈരിഹാനി ഭാര്യയില്ലാത്ത വേറെ അന്യൊരാൾ കൊടുത്താലും മതി. ഭാര്യ തന്നെ കൊടുക്കണം എന്നല്ല. എൻ്റെ ഭാര്യനെ തലാഖ് ചെല്ലിക്കൊന്ന് എനിക്ക് 1000 രൂപ തരാമെന്ന് പറഞ്ഞു. ഏതോ ഒരാൾ പറഞ്ഞു, അത് ഖുല്ല് തന്നെയാണ്. ഇനി ഭാര്യ പറഞ്ഞാലും ഭാര്യ ഇല്ലാത്തവർ പറഞ്ഞാലും ആ പ്രതിഫലം ആർക്കാ കിട്ടുക? റാജിലി സൗജിൻ, ഭർത്താവിന് ലഭിക്കുന്നതാണ്. ഔ സയ്യിദിഹി, അടിമ ആണെങ്കിൽ യജമാന് കിട്ടും. ഈ ഖുൽ എങ്ങനെ ചെയ്യുക? 2 പദം കൊണ്ടാവാം. തലാഖിൻ്റെ പദം കൊണ്ടാവാം, ഖുല്ലിൻ്റെ പദം കൊണ്ടാകാം. അല്ലെങ്കിൽ മുഫാദാത്ത്, ഫാദ ഇഫാദി മുഫാദാത്തൻ, ഈ പദം കൊണ്ടുമാകാം. വലവ് ഖാൻ ഖുൽ ഫി റജയ്യത്തിൻ, ഈ ഖുൽ റജയ്യത്തായ ഭാര്യയിലാണ് നടക്കുന്നതെങ്കിൽ പോലും, മടക്കിയെടുക്കാൻ പറ്റുന്ന തലാഖിലുള്ള പെണ്ണിനെയാണെങ്കിൽ പോലും ഖുല്ല് ചെയ്യാം. എന്നാ കസൂറ്റി, ഭാര്യയെ പോലെയാണ്. ബി കസീരുമല്ല ഹക്കാമി, ഒരുപാട് വിധികളിൽ റജയ്യ തലാഖിലപ്പെട്ട പെണ്ണ് സ്വന്തം ഭാര്യയെ പോലെ തന്നെയാണ്, അനന്തരാവകാശം ഉണ്ടാവും. ഒക്കെ അപ്പോൾ പ്രതിഫലം പറയാതെ ഖുല്ല് നടന്നാലോ? ഫലവ് ജറാഹുൽ ഖുല്ലു ബിലാ ദിക്രി ഇവദിൻ, പ്രതിഫലം പറയാതെ
ഖുൽഅ് നടന്നാൽ ബിനിയത്ത് ഇൽത്തിമാസി ഖബൂലിനെ തേടണം എന്ന ഉദ്ദേശത്തോടു കൂടെ, അവളിൽ നിന്നുള്ള ഖബൂലിനെ തേടണം എന്ന ഉദ്ദേശത്തോടെ ഇവത് പറയാതെ ഖുല്ല് നടത്തിയാൽ, ഉദാഹരണത്തിന് നോക്കി, ഖാലയത്തുക്കി ഓ ഫാദയത്തുക്കി പറഞ്ഞു, ഞാൻ നിന്നെ ഖുല്ല് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഫാദ എന്ന് പറഞ്ഞാൽ ഖുല്ല് ചെയ്തു എന്ന് തന്നെ ഞാൻ മോചിപ്പിച്ചു. എന്നിട്ട് വലമാൻ ഇൽത്തിമാസ ഖബൂലി, അവളെ ഖബൂല് തേടണമെന്ന് കരുതുകയും ചെയ്താൽ, ഖബിലത്ത് അങ്ങനെ അവൾ സ്വീകരിക്കുകയും ചെയ്താൽ, അപ്പം എന്താ ചെയ്യുക? ഞാൻ ഖുല്ല് ചെയ്തു എന്ന് പറഞ്ഞു, അയാളുടെ ഉദ്ദേശം എന്താ? അവൾ സ്വീകരിക്കട്ടെ എന്ന്. അങ്ങനെ അവൾ സ്വീകരിച്ചു, ഞാൻ സ്വീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര കൊടുക്കേണ്ടത്? സംഖ്യ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കൊടുക്കേണ്ടത് ഇപ്പോൾ മഹ്ർ മിസ്ലിൻ, മഹ്ർ മിസ്ലിൻ അവൾ പ്രതിഫലം കൊടുക്കണം. യജിബു അലൈഹ മഹ്ർ മിസ്ലി, അയാൾക്ക് അവൾ കൊടുക്കണം. ഇത്രാദിൽ ഉറഫി ബിചറിയാൻ ഇതാലിക്ക, ഇതൊക്കെ നടക്കലാണ് പതിവ്. ഇവതിന് നടക്കലാണ് പതിവ് എന്നത് പരിഗണിച്ചിട്ട് അവൾ എന്ത് ചെയ്യണം? ഇവത് മഹ്ർ മിസ്ലാക്കി കൊടുക്കണം. അപ്പോൾ ഒരു അന്യപുരുഷനോടാണ് പറഞ്ഞതെങ്കിലോ, ഞാൻ എൻ്റെ ഭാര്യയെ ഖുല്ല് ചെയ്തു എന്ന് പ്രതിഫലം പറയാതെ, ഫൈൻ ജറാമ അജ്നബീൻ, അന്യപുരുഷനോടാണ് പറഞ്ഞതെങ്കിൽ തലഖത്ത് മജ്ജാനൻ, അവൾ ഫ്രീ ആയിട്ട് ഇവതൊന്നുമില്ലാതെ തന്നെ ഖുൽ ആകുന്നതാണ്. ഫലോ അനമാഹു, ആ ഖുല്ല് അന്യനോടാണെങ്കിൽ ഉണ്ടാകുന്നത് പോലെ വലിയ ഇവത ഫാസിദുമാകുമ്പോൾ ഇവത് അസാധുവാണ്. അങ്ങനെ ആകുമ്പോഴും അങ്ങനെയാണല്ലോ ഉള്ളത്. ഫ്രീ ആയിട്ട് തൊലക്കാകും, ഒരു പൈസയും കൊടുക്കണ്ട. വലുവാത്തിലക്ക, ഒരാളെന്ത് ചെയ്തു? ഖുല്ല് ചെയ്തു എന്നൊക്കെ പറഞ്ഞു, ഖാലത്തുക്കി എന്ന് പറഞ്ഞു, വലം എനിമി ഇൽത്തിമാസ ഖബൂലിഹ, അവളതിനെ സ്വീകരിക്കണമെന്ന തേട്ടൊന്നും അയാൾ ഉണ്ടായിട്ടില്ല. എന്നാൽ എന്ത് ചെയ്യും? തലാഖ് റജിയായിട്ട് സംഭവിക്കും. ഖബിലത്ത്, അവൾ സ്വീകരിച്ചാൽ പോലും റജിയായിട്ടാണ് സംഭവിക്കുക. പ്രതിഫലം പറഞ്ഞുകൊണ്ടുള്ള രീതിയുണ്ട്, പ്രതിഫലം പറയാത്ത രീതിയുണ്ട്. പ്രതിഫലം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ ഖുല്ല് ചെയ്തു 1000-ന് വരെ തന്നെ 1000 കൊടുക്കണ്ടേ. ഇനി ഞാൻ ഖുല്ല് ചെയ്തു എന്ന് പറഞ്ഞു, ഇനി അവളെ മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മറുപടിയെ തേടുന്നു എന്ന ഉദ്ദേശത്തോടു കൂടെ പറഞ്ഞു. അങ്ങനെ അവൾ മറുപടി പറഞ്ഞാൽ അതാണ് മഹ്ർ. മറുപടി പറഞ്ഞില്ലെങ്കിൽ മഹ്ർ മിസ്ലാണ് ഉണ്ടാവുക. ശരി. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.